morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി വെജിറ്റബിൾ സ്റ്റൂ ആണ് ട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇത് നല്ല കുറുകിയിരിക്കുന്ന രീതിയിൽ ഇത് കണ്ടോ. കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ. പക്ഷേ നല്ല ടേസ്റ്റിയാണ്, നല്ല കളർഫുൾ ആണ്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ സ്റ്റൂ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തേങ്ങയിട്ട് ഇടിയപ്പവും അതുപോലെ തന്നെ നല്ല കുറുകിയ വെജിറ്റബിൾ സ്റ്റൂവും ഒക്കെ കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒരുപാട് കണ്ട് പേടിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിപ്പോൾ ഒരു 1.5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ടൊരു 4 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് വലിപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വലിയ ക്യാരറ്റ് അല്ലെങ്കിൽ 3 ചെറിയ ക്യാരറ്റ് ഈ വലിപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു 3-4 ബീൻസ് ഇതാ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ 1/4 ഭാഗം ചെറിയ പീസുകളാക്കി എടുക്കുക. ഒരു ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കം ആയിരുന്നു അതുകൊണ്ട് അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള, ഒരു മീഡിയം വലിപ്പമുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, പിന്നെ നമ്മുടെ 2 പീസ് പട്ട, 4 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു തക്കോലം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർ അനീസാണ്. അതിൻ്റെ 2 പെറ്റൽസ് എടുക്കുള്ളൂ. ഇത് ഞാനിങ്ങനെ കാണിക്കാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ, ഒന്ന് മുഴുവൻ എടുക്കില്ല കേട്ടോ, 2 പെറ്റൽസ് എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളത്തിലല്ല വേവിക്കുന്നത്, ആവിയിലാണ്. അതിന് ഈ എല്ലാ വെജിറ്റബിൾസും ആവിയിൽ വേവിക്കില്ല. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആവിയിൽ വേവിക്കുള്ളൂ. ഇഡലി തട്ടിലാണ് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സവോളയും ക്യാപ്സിക്കവും ഇഞ്ചി, പച്ചമുളക് അതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി മാറ്റി വയ്ക്കും. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കാം, ചേർക്കാതെ ഉണ്ടാക്കാം. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റാൻ വെക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ നിങ്ങൾ ഏത് ബർണറിലാണോ വയ്ക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ വെജിറ്റബിൾസ് കുക്കാവാൻ സമയമെടുക്കും. ഞാനിപ്പോൾ മീഡിയം ബർണറിലാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് ഒരു 12 മിനിറ്റാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. പിന്നെ ചിലർക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായി വരുന്നത് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് വെജിറ്റബിൾസ് ഓവർ കുക്കാവുന്നത് താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ അത്യാവശ്യം കുക്കായി വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 12 മിനിറ്റ് ആവി കയറ്റി എടുക്കുന്നുണ്ട്. നിങ്ങൾ 10 മിനിറ്റ് ആവി കയറ്റിയാലും മതി. ആവി വന്നതിന് ശേഷമുള്ള സമയമാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ എന്താ ഇഡ്ഡലി തട്ടിൽ വെച്ച് കഴിഞ്ഞു. ആവി വരാനുള്ള ഹോൾസ് നമ്മൾ അടച്ച് വെക്കരുത്, അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെക്കുക. ബീൻസ് മാത്രം ഒരു 7 മിനിറ്റ് ആകുമ്പോൾ എടുക്കുക കേട്ടോ. ബാക്കിയുള്ളതിനെല്ലാം കുക്കിംഗ് ടൈം അത്യാവശ്യം ഉള്ളതാണ്. ബീൻസിന് ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല. അപ്പോൾ നിങ്ങൾ ബീൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീൻസ് മാത്രം ഒരു 7 മിനിറ്റ് ആകുമ്പോൾ എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ പീസ് ആഡ് ചെയ്യാം. ഫ്രോസൺ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റുമ്പോൾ കൂടെ വഴറ്റിയാൽ മതി. ഇതുപോലെ ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതെല്ലാം ഞാൻ 12 മിനിറ്റാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇത് ആവി വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ദിവസം ഷെയർ ചെയ്യാം. അത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, തക്കോലം അതുപോലെ തന്നെ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരണം. കുറച്ച് ഗ്യാപ്പിട്ട് നിൽക്കുക. നമ്മുടെ ഗ്രാമ്പും കുരുമുളകും ഒക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ എണ്ണയിലേക്ക് ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ആ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ സവോളയാണ്. സവോള ഒന്ന് ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരണം, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് കുക്കാവണ്ട കേട്ടോ. വെജിറ്റബിൾ സ്റ്റൂവിൽ എല്ലാ വെജിറ്റബിൾസും നമുക്ക് സവോള, ക്യാപ്സിക്കം പോലെയുള്ള വെജിറ്റബിൾസ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. നമ്മുടെ കുറുമയാണെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഒന്ന് കുക്കായി വരേണ്ട ആവശ്യമുള്ളൂ.
അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർക്കാം. നമ്മുടെ വെജിറ്റബിൾസിന് എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വെജിറ്റബിൾസിന് ഉപ്പ് ചേർത്തിട്ടില്ല, ആവി കയറ്റിയല്ലേ എടുത്തത്. അപ്പോൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക കേട്ടോ. പച്ചമുളക് എരിവ് കൂടുതലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 6 or 7 പച്ചമുളക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊന്നിട്ട് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസിലേക്ക് ഉപ്പ് പിടിക്കാനാണ് നമ്മളിപ്പോൾ വെജിറ്റബിൾസ് ഇട്ട് വഴറ്റിയെടുക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ചക്കളറ് പോവുമില്ല, നമുക്ക് എല്ലാ വെജിറ്റബിൾസിൻ്റെയും കളറ് കിട്ടും. നമ്മൾ ആവിയിൽ വേവിക്കുകയാണെങ്കിലുള്ള ഗുണം ഇതാണ്. ഇല്ല നമ്മളിപ്പോൾ വെള്ളത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ആ ഒരു വെജിറ്റബിൾസിൻ്റെ കളറൊന്ന് കുറച്ച് കുറയും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ആണെങ്കിലും ഒക്കെ കളറ്, ബീൻസിൻ്റെയും ഒക്കെ കളർ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു 1 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ, എന്ന് വെച്ചാൽ ഉപ്പൊക്കെ ഒന്ന് അബ്സോർബായി വരട്ടെ, അത്രയും സമയം മതി. ഇതിലേക്ക് നമുക്ക് പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിക്കായിപ്പോവും. ഞാൻ കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കോൺഫ്ലോറിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ, അങ്ങനെയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റ് മാറണം. അപ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണാണ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ കോൺഫ്ലോർ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറി വരണം. ഇതാകുമ്പോൾ നമ്മൾ കൂടുതൽ പാത്രങ്ങൾ കഴുകണ്ട എന്നുള്ളൊരു ഗുണമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കറിയാക്കാം. ചൂടുവെള്ളം ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം റെഡിയാക്കി വയ്ക്കുക. തിളച്ച വെള്ളം വേണ്ട, ഇളം ചൂടുവെള്ളം ചേർത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായതാണ്. ഇളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ നമ്മൾ കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം, നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. വേഗം തന്നെ കുറുകും കേട്ടോ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് ഇളക്കി തിളപ്പിച്ചിട്ട് ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഒരു 2 തണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കാം, കുറച്ച് ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ നമ്മൾ കുക്ക് ചെയ്തതുകൊണ്ട് കോൺഫ്ലോർ കുറച്ച് സമയം എടുക്കും ഒന്ന് ലൂസായി വരാനായിട്ട്. ഈ ഒരു ഗ്രേവിയുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവായിരിക്കും, ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് വെജിറ്റബിൾസിലേക്ക് പിടിക്കാനായിട്ട് നമ്മളൊരു 2 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ സ്റ്റൂ എപ്പോഴും പെർഫെക്റ്റ് ആവുക കേട്ടോ. അത് ചിക്കൻ സ്റ്റൂ ആയാലും നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ആയാലും എപ്പോഴും പഞ്ചസാര ചേർത്ത് കൊടുത്ത് പെർഫെക്റ്റ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാരയും കൂടി ചേർന്നൊന്ന് മിക്സ് ആയി വരട്ടെ. ഇപ്പോൾ ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റൂവിൽ. എപ്പോഴും വെജിറ്റബിൾ സ്റ്റൂ ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്താലാണ് ടേസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ഒഴിവാക്കാം, ഈ ഒരു രീതിയിൽ മാത്രം ചെയ്യാം. പക്ഷേ ടേസ്റ്റ് എപ്പോഴും തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ്. 1/2 കപ്പ് തേങ്ങാപ്പാൽ മതി, ഒരുപാട് തേങ്ങാപ്പാലൊന്നും വേണ്ട. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണോ എന്നുള്ളത്. അതുപോലെ എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിളല്ലേ ഇത്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് കുറുകട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി 2 മിനിറ്റ് ആയിട്ട് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈസി വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അതുപോലെ വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ.
അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല കളർഫുള്ളായിട്ടുള്ള ആ ക്യാരറ്റിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ബീൻസിൻ്റെയും ഒക്കെ കളറ് പോവാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി കിട്ടിയില്ലേ? വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സ്റ്റൂ ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ, ഉണ്ടാക്കി നോക്കിയതിന് ശേഷം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലല്ലോ, അത് പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.